Artless പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. ഓൾറെഡി 2 അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദാറ്റ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോസസ്സ് എന്തൊക്കെയാണ്, അപ്പോൾ എന്തൊക്കെ നൈഫിനെ കൊണ്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം കാണുക, എന്നിട്ട് ഈ വീഡിയോ വന്ന് കാണുക. ബിക്കോസ് അതിൽ കുറച്ചും കൂടി നല്ലോണം കുറച്ച് മെല്ലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വാച്ച് ബോത്ത് ദി വീഡിയോസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ പുതിയതായിട്ട് ആരെയും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആദ്യം ഏറ്റവും ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ചെയ്യേണ്ടത്. ആ മൗണ്ടൻ കണ്ട് പേടിക്കേണ്ട. ഈ സ്കൈ ചെയ്ത് ഞാൻ ഓർഡറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സ്കൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൗണ്ടൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് ഈ വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്കൈ ചെയ്യുമ്പം ജസ്റ്റ് കുറച്ച് വെള്ളം കൂട്ടി ഡൈല്യൂട്ട് ആക്കിയിട്ട് നമുക്ക് ഏത് ഇൻറ്റൻസിറ്റിയിലാണ് സ്കൈ വേണ്ടതെന്ന് പറഞ്ഞാൽ അനുസരിച്ച് ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബ്രഷ് കൊണ്ട് ലോങ് ആയിട്ട് വാഷ് അടിക്കുന്ന പോലെ നല്ല കുറച്ച് സ്പീഡിൽ വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം കളറ് ബ്ലെൻഡായി കിട്ടും. ഇനി നമുക്ക് മൗണ്ടെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മൗണ്ടെയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബേസ് കളർ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മൗണ്ടെയിന് ബേസ് കളറായിട്ട് ഒരു ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. എനിക്കൊരു ഇഷ്ടമുള്ളൊരു കളറിനെ എടുത്ത് സെലക്ട് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. അതിൽ കുറച്ച് ബ്ലൂ എന്തായാലും ഇങ്ങനെ എടുത്ത് വെക്കില്ല. നമ്മൾ ബേസ് കളർ ചെയ്യുന്നത് എടുത്ത് വെക്കുകയൊന്നുമില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ ഡീറ്റെയിൽ വെച്ചിട്ട് ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ഷെയ്ഡ് കൊടുക്കുമ്പോഴാണ് സാധനത്തിന് കുറച്ചും കൂടി ലൈഫ് വരുന്നത്. അപ്പം മൗണ്ടെയിന് എവിടെ ലൈറ്റ് വീഴുന്നോ അവിടെ കുറച്ച് ലൈറ്റ് ഷെയ്ഡും ലൈറ്റ് വീഴാത്ത സ്ഥലത്ത് ഡാർക്ക് ഷെയ്ഡുമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ലൈറ്റ് വീഴുന്നത് ഫ്രം ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വീഴുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്ന ഒബ്ജക്റ്റുകൾ മൊത്തം നല്ലോണം ലൈറ്റ് വീണിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് റൈറ്റ് സൈഡിൽ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു സൈഡിൽ കുറച്ച് ലൈറ്റ് ബ്ലൂ ഗ്രേ ഷെയ്ഡും ഒരു സൈഡിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും വന്നത്. ഇനി നൈഫ് കൊണ്ട് നമുക്ക് ഈ ലൈറ്റ് ഷെയ്ഡ് വരുന്നിടത്തിൽ കുറച്ചും കൂടി നല്ലോണം ലൈറ്റ് വീഴുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെവി ആയിട്ട് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇതെങ്ങനെയാണ് എക്സാക്ട്ലി ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നൈഫ് പെയിൻറ്റിങ് ടെക്നീക്സും നൈഫ് പെയിൻറ്റിങ് കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ വീഡിയോയ്ക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്കൈ ചെയ്ത പോലെ തന്നെ വാട്ടറാണ് താഴെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വാട്ടറിനെയും ചെയ്യുക. ജസ്റ്റ് കുറച്ച് ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് നൈസ്ലി സ്മൂത്തായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ജസ്റ്റ് ലോങ് വാഷ് പോലെ വീശി കുറച്ച് സ്പീഡിൽ അടിച്ചാൽ മതി. അത് നല്ലോണം ബ്ലെൻഡായി കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ ഏരിയ ചെയ്യാനുണ്ട്. അപ്പോൾ ഗ്രീൻ ഏരിയ ചെയ്യാൻ കുറച്ചും കൂടി വലിയ ബ്രഷ് എടുത്താൽ മതി. അതിൽ ആദ്യം അതിൻ്റെ ബേസ് ചെയ്യുമ്പം കുറച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ മറ്റേ ഫ്ലോറൽ ഗാർഡൻ മെഡോൻ്റെതും ഗാർഡൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതേപോലെ കുറച്ച് വലിയ നൈഫ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഗ്രീൻ കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അത് എളുപ്പമാണ്. ജസ്റ്റ് ബ്രെഡിൽ ബട്ടർ തേക്കുന്ന പോലെ തേച്ച് കൊടുത്താൽ മതി. അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് ക്ലൗഡ്സ് ചെയ്യാം. ക്ലൗഡ്സ് ചെയ്യാൻ ചെറിയ നൈഫ് എടുത്തിട്ട് ജസ്റ്റ് പെയിൻറ്റ് ഹെവി ആയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറുതായിട്ട് അതിൻ്റെ അവിടെ ഇവിടേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്പ്രെഡ് ചെയ്യണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ബ്ലെൻഡായി കിട്ടിയാൽ മതി സ്കൈയുമായിട്ട്. അപ്പോൾ ഇതേപോലെ ത്രൂ ഔട്ട് സ്കൈ മൊത്തം ചെയ്യാം. ഓരോ അറ്റം മാത്രം ജസ്റ്റ് അതിൻ്റെ ക്ലൗഡ് വരുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള അറ്റം മാത്രം ജസ്റ്റ് സ്കൈ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളത്തിന് വേവ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നൈഫിൻ്റെ സൈഡിൽ മാത്രം, ടിപ്പിലല്ല സൈഡിൽ മാത്രം പെയിൻ്റ് എടുത്തിട്ട് പാരലൽ ടു ക്യാൻവാസ് പിടിച്ചിട്ട് ജസ്റ്റ് വലിച്ചു വിടുക. അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് വര വേണ്ടതെന്ന് വെച്ചാൽ ആ വരയ്ക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം കൊടുത്ത ഗ്രീനിൻ്റെ കുറച്ചൊരു ലൈറ്റ് ടോണിലുള്ള ഗ്രീനെ കൊണ്ട് ചെറിയ നൈഫ് എടുത്തിട്ട് ലീഫ് ഈ ഗ്രാസൊക്കെ ഉള്ള പോലെ ഒരു പാച്ച് പോലെ ചെറിയ ചെറിയ പാച്ച് പോലെ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ വെള്ളത്തിലേക്കുള്ള സൈഡിൽ കുറച്ചും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് അംബറോ അല്ലെങ്കിൽ ബ്ലാക്കോ എടുത്തിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്രാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നൈഫ് കൊണ്ട് തന്നെ ചെയ്യാം. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ബ്രഷ് എടുത്തു എന്നേ ഉള്ളൂ. ബ്രഷ് കൊണ്ട് ജസ്റ്റ് അത് കുറച്ച് 1-2 ലൈൻ വരച്ചാൽ മതി. വെറുതെ മുകളിലേക്ക് സ്ട്രോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനതിന് ഷാഡോ കൊടുത്തു. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഷാഡോവും കൊടുത്തു, ഫ്ലവേഴ്സിന് കുറച്ച് ബ്ലൂ ഫ്ലവേഴ്സും കൊടുത്തു. അത് രണ്ടും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ മൗണ്ടെയിൻ്റെ ഷാഡോസും ഇഫക്റ്റും വരുന്ന ഷാഡോസിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം. ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും എനിക്ക് കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ.